ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ കുട്ടയിലിരിക്കുന്ന എന്താണെന്നല്ലേ, ഇതാണ് അരിനെല്ലിക്ക. ഇത് ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറിടാനും ബെസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പോൾ വലിയ കയ്പൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു നെല്ലിക്ക. അപ്പോൾ ഇത് കുറച്ച് ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഫുള്ള് വെജാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് പച്ചമുളകൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുക്കാനുണ്ട്. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് ഞാൻ. ഇപ്പോൾ നല്ല വെയിലുണ്ട് പുറത്ത്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നാൽ കരിഞ്ഞു പോകും. അങ്ങനെ കറിവേപ്പില പറിച്ച് അടുത്തതായിട്ട് നമ്മൾ പറിക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. അങ്ങനെ കണ്ടോ, നല്ല കുട്ടികളായിട്ട് നിൽക്കുന്ന കുറേ പച്ചമുളകുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തു കേട്ടോ. ബിക്കോസ് ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ പുറത്തുനിന്നും കൊണ്ടുവരിക്കും. അപ്പോൾ ഈ വെയിൽ കണ്ടോ നിങ്ങൾ. എന്തെങ്കിലും ഉണക്കാനിടാനുണ്ടെങ്കിലൊക്കെ ബെസ്റ്റാണ് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഇതാണ്. നമ്മുടെ വാഴപ്പഴമില്ലേ, പച്ച വാഴക്കയില്ലേ, അതിൻ്റെ ഫ്രൈ ആണ്. പിന്നെ ബജ്ജി എന്ന് പറയും. ഇത് രസം, ടൊമാറ്റോ രസം ഉണ്ടാക്കി. പിന്നെ ഇത് മമ്പയറിൻ്റെ ഒരു ഉപ്പേരി, തോരൻ പോലെ. ഇത് വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല, ബിക്കോസ് ഇന്നലെ വ്രതമായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് വെളുത്തുള്ളി ഉള്ളിയൊന്നും ഇടാതെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുക ഈ സമയങ്ങളിൽ. പിന്നെ വെണ്ടക്കേനെ കൊണ്ട് ഒരു കറി. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബെണ്ടാഹുളി എന്നാണ് കൊങ്കണിയിൽ വിളിക്കുക, വെണ്ടക്ക പുളിക്കറി. ഓക്കെ, അടുത്തത് അമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയ പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. അമ്മയ്ക്ക് വ്രതമായതുകൊണ്ട് അമ്മയ്ക്ക് ചപ്പാത്തി വിത്ത് പൊട്ടാറ്റോ കറിയാണ്. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുക കുറുവ അരിയാണ് കേട്ടോ. വെള്ളക്കുറുവയാണ് വാങ്ങുന്നത്. മഞ്ഞക്കുറുവയാണെങ്കിൽ അത് വേവാൻ ഭയങ്കര കഷ്ടമാണ്, കുറേ നേരം പിടിക്കും. പിന്നെ ഇത് ചപ്പാത്തിയാണ്. വൈകുന്നേരം ആണെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ ഷവർമ കൊണ്ടുവന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഫേവറേറ്റാണ്. അൽഫാം വേണോ ഷവർമ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഷവർമ വേണമെന്നായിരിക്കും. ബിക്കോസ് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ പക്ഷെ വാങ്ങുന്ന ഒരേ ഒരു സ്പോട്ടിൽ നിന്നാണ്. ഹോട്ട് ബൺസ് എന്നൊരു ഷോപ്പുണ്ട് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങാം. ഇതിപ്പോൾ ഏത് മൂവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പൈങ്കിളി മൂവിയാണ് കേട്ടോ. അത് മനോരമ മാക്സിലുണ്ട്, അതിൽ നിന്നാണ് കണ്ടത്. പിന്നെ ഒരു അൺബോക്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് അൺബോക്സിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. ആമസോൺ ഇൻഫ്ലുവൻസറും കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട്, അതിൻ്റെ ഒരു വകയായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നോക്കിയെടുത്തിട്ട് ഒരു ബൗളാണ് കേട്ടോ വന്നത്. മറ്റേ സെറാമിക് ബൗള്, നമുക്ക് കറി ഒക്കെ ഇട്ട് ഇപ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്ത് വെക്കാൻ പറ്റി. ആരെങ്കിലും വരുമ്പോൾ അല്ല, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഇത് പ്രകാരം നമ്മൾ നല്ല സെറ്റൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ മാത്രമല്ലേ നമ്മളതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സെറ്റാണ് വന്നത് കേട്ടോ. 4 ബൗളിൻ്റെ സെറ്റാണ് വന്നത്. അപ്പോൾ ഇത് എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയുണ്ട്. പിന്നെ കളറ് അത് അവർ റാൻഡംലി അയച്ചിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല, നല്ല കളറ് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ മുന്നേ പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുഞ്ഞി വീഡിയോസ് എടുത്ത് വെച്ചത് ഇപ്പോൾ ഇടുന്നതാണ്. ഇത് നമ്മുടെ എമ്പുരാൻ കാണാൻ പോയ സമയത്തെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഗോകുലം മോളിലെ. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പോപ്കോൺ ചിക്കൻ ഇല്ലേ, അത് ഫ്രൈ ചെയ്ത് കൊണ്ടുപോയതായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പ്രൈസായിരിക്കും, അത് നല്ല ക്വാണ്ടിറ്റി അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായിരുന്നു, കുറച്ച് ഫ്രൈ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് കുട്ടികളാണ് ഇതിനൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാറ്റോ, ഇത് അറിയാമല്ലോ, സ്പൈറൽ പൊട്ടാറ്റോ ഫ്രൈ. അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഈ വേദ്യക്കും ശ്രേയസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ വീട്ടിനടുത്ത് ആക്ച്വലി ഉണ്ടായിരുന്നു, ഈ ജാം സൂപ്പർ മാർക്കറ്റിലെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും കാണുന്നില്ല. ഇപ്പോൾ കോൺകാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സ്വീറ്റ് കോർണിൻ്റെ ആൾ മാത്രമേ ഉള്ളൂ. പിന്നെ പാനിപൂരി, പിന്നെ എവിടെ പോയാലും പാനിപൂരി നമ്മൾ വാങ്ങും. ഇപ്പോൾ ഫുൾ ഫാമിലിയാണ് പോകുന്നതെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് മാത്രം ഈ സ്വീറ്റ് സോസ് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് പ്രത്യേകം പറഞ്ഞ് വേറെ തന്നെ വാങ്ങും. അല്ലെങ്കിൽ സ്വീറ്റ് സോസ് വേണ്ടവർ പ്രത്യേകം വാങ്ങും. അങ്ങനെയാണ്.
അപ്പോൾ ശ്രേയസ് അവൻ്റെ ഇത് ചോക്ലേറ്റിൻ്റെ എന്തോ ആണ് അത് എൻജോയ് ചെയ്യാണ്. പിന്നെ വേദ്യം അങ്ങനെ തന്നെ. പക്ഷെ വേദ്യമാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോ സ്പൂണായിട്ട് എല്ലാവർക്കും കൊണ്ടു തന്നു. ശ്രേയസും കൊണ്ടു തന്നു. അപ്പോൾ അവളിപ്പോൾ അച്ചമ്മേനെ കഴിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും വേണമെന്ന്. എന്നാലും ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, തീർന്നു പോകുമെന്നാണ് പേടി കേട്ടോ. പിന്നെ നമ്മൾ മോളിൽ വന്നാലും ഫുഡ് കോർട്ടിൽ വന്നാലും വേദ്യക്ക് ഈ ബലൂൺ വാങ്ങുന്ന നിർബന്ധമാണ് കേട്ടോ. എവിടെ പോയാലും ബലൂൺ വാങ്ങി വെക്കും. മീൻസ് ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടാവും ഇങ്ങനെ ബലൂൺ കൊടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.